സലീന. ഹായ് മാം. ഓ വളരെ കൂൾ. ശാലിനി 15 minutes എന്ന് പറഞ്ഞു. എന്നിട്ടും പതുക്കെ പോയി. ഒരു ടെൻഷൻ ഇല്ല. ഞാൻ മറ്റേ കണ്ടസ്റ്റന്റ് നേരത്തെ ഉള്ള എപ്പിസോഡ്സിൽ അവരെല്ലാം ലൈക്ക് ചിക്കൻ ഇല്ലാതെ ഹെഡ് ഇല്ലാതെ ചിക്കൻ ഓടുമല്ലോ, അങ്ങനത്തെ പോയിരുന്നു. പക്ഷേ സലീനന്റെ കാര്യത്തിൽ കംപ്ലീറ്റ് കോൺട്രാസ്റ്റ്. ഫുഡിന്റെ പ്രശ്നം ഡെയിലി ഉണ്ടാക്കുന്നതല്ലേ ഞാൻ തന്നെ. ഓ അത് എൻഡില് ഇത് പറഞ്ഞല്ലേ, ഫുഡിന്റെ കാര്യത്തില് ഐ എം വെരി കോൺഫിഡന്റ്. അത് നോ പ്രോബ്ലം. അത് സോ കോൺഫിഡന്റ്. അതുകൊണ്ട് നേരത്തെ വെരി കൂളായിട്ട് പോയി, ഒരു ടെൻഷൻ ഇല്ല. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ ഫോക്കസ്ഡ് ആണ്. ഒരു കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അത് മാത്രമല്ല ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കി ബിസ്ക്കറ്റ് വെച്ചിട്ട്. അത് ഡേറ്റ്സ് പിന്നെ നേന്ത്രപ്പഴം, അത് രണ്ടുമാണ് അതിൽ ഇടാറ് സാധാരണ. അപ്പൊ നോക്കുമ്പോ വീട്ടിൽ നോക്കുമ്പോ ഡേറ്റ്സും ഇല്ല, ഈ നേന്ത്രപ്പഴം ഇല്ല. അപ്പൊ പിന്നെ അത് ബിസ്ക്കറ്റ് ഉള്ളു. അപ്പൊ വേഗം ബിസ്ക്കറ്റും ഉണ്ടാക്കാം. പക്ഷെ ബിസ്ക്കറ്റ് ഞാൻ ഉണ്ടാക്കാറ് കുറവാണ്. ഞങ്ങള് സാധാരണ ഉണ്ടാക്കാൻ നേന്ത്രപ്പഴത്തിലാണ്. ഇതേ മെത്തേഡില് നേന്ത്രപ്പഴം മുറിച്ചിട്ട് പക്ഷേ പൊരിക്കും. ഓക്കെ, പക്ഷെ ബിസ്ക്കറ്റിന് ഒരു കാര്യം മീൻസ് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഒരു ഐറ്റം ആണ്. അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അതുകൊണ്ട് കുറച്ച് നമുക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. പക്ഷേ കൊടുത്ത ടാസ്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അത് മാത്രമല്ല, സെർവ് ചെയ്യുമ്പോഴേ വളരെ ആ ഡൈനിങ് ടേബിളിൽ പോയി നോക്കി ഏത് സോസർ എടുക്കണം, ഒരു ടെൻഷൻ ഇല്ല. വളരെ കൂളായിട്ട് വന്നിട്ട് അവിടെ വെച്ചിട്ട് സെർവ് ചെയ്തു. പിന്നെ ഹസ്ബൻഡ് പുള്ളിയാണ് ആ ടാസ്കിലെ നല്ല ഒരു ഹൈലൈറ്റ് ആയി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളി ആദ്യം ഇവൻ ആ സ്നാക്ക് കഴിക്കുമ്പോഴേ വളരെ ചൂടല്ലേ, അവിടെ വേറെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ജ്യൂസ് അല്ലേ, എരിവിട്ട് ക്യാരറ്റ് ജ്യൂസ് എരിവാണ്. പുള്ളി തന്നെ സ്കോർ ചെയ്തു അവിടെ. ഓക്കെ, പക്ഷെ എന്നാലും എല്ലാം നന്നായിട്ട് ചെയ്തു. നമുക്ക് വേറെ ഇവിടെ 2 ജഡ്ജസ് ഉണ്ട്. ഓക്കെ, അവരെയും നമ്മൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു രജനി ചേച്ചി. സെലീന, ഭയങ്കര കൂളായിട്ടാണ് ടാസ്ക് ഫുൾ ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കണ്ടുപോയോ? അത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ കറണ്ട് അങ്ങ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് കൂടി ഞാൻ ചേർക്കാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കറണ്ട് പോയി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കറണ്ട് പോയി അല്ലേ? കിളി പോയി എന്നുള്ളത് മാറ്റി നമുക്ക് ഇനി കറണ്ട് പോയി നോക്കിയാലോ? എനിവേസ്, നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ക്യാരറ്റ് ജ്യൂസ്. എന്തായാലും നമുക്ക് കൃഷ്ണമാരേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. കറണ്ട് പോയെങ്കിൽ റിലേ പോയില്ല. റിലേ അടിച്ച് പോയിരുന്ന കുഴപ്പമായിരുന്നു തന്നെ. ഇതായാലും കൺട്രോളിൽ അങ്ങ് പോയി. പിന്നെ അതിനകത്ത് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നേരത്തെ പറഞ്ഞ കിട്ടുന്ന അവസരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പുതുമയുള്ള സംഭവം. ഇപ്പോൾ വേണമെങ്കിൽ പറയാം, ഇതിനകത്ത് ബിസ്ക്കറ്റ് ഓൾറെഡി ഉള്ള സാധനമല്ല അതിൽ ഇപ്പം നമ്മുടെയൊക്കെ പുറം മാത്രമുള്ള അകത്തെന്താണെന്ന് നമുക്കും അറിയത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. എല്ലാം കൊണ്ടും നമ്മളെ കാണുമ്പോൾ നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇന്ന് പൊതുസമൂഹം TV കണ്ടോണ്ടിരിക്കും പറയും, 1 വറക്കുന്നു, 2 മുട്ട അധികം യൂസ് ചെയ്യുന്നു, എണ്ണ അധികം യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അൺഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം വരാം. പിന്നെ ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് കാണുന്ന വെച്ചാൽ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. കാരണം ഞാൻ ശരിയായിട്ട് ജോലി എടുക്കുന്ന ഒരാളാണ്. ശരിക്കും ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്തും കഴിക്കാം. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇതൊക്കെ മനുഷ്യന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ രീതിയിലേ കാണാറുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ആരോഗ്യം കുറയുന്നവർ ധാരാളമായി കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ വളരെ വളരെ പോസിറ്റീവ് സംഭവങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കട്ടെ, കാരണം ക്രൂ അവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം നല്ല നല്ല പോയിൻറ്റ്സാണ്. മാത്രമല്ല ഇടയ്ക്ക് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. ചിരി ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം. ചെറിയൊരു സംഭവം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പറഞ്ഞ ടൈമിൽ അവിടെ കൊണ്ട് കൊടുത്തു. പക്ഷേ ഭർത്താവ് മലയാളിയല്ലെന്ന് ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞുകൊണ്ടെങ്കിൽ അവസാനം മനസ്സിലായി. കാരണം എന്ന് പറയുക, മലയാളിയായിരുന്നു അത് ഒപ്പിച്ചേനെ. ആ ഞെട്ടലൊന്നും വരത്തില്ലായിരുന്നു. അത് മലയാളി അല്ലാത്തതുകൊണ്ടൊരു ഞെട്ടി ഇതുവരെ കണ്ട് ജ്യൂസ് കുടിച്ചവരൊക്കെ മലയാളി ചേട്ടന്മാരായിരുന്നു. ചേട്ടന്മാർ അഡ്ജസ്റ്റ് ചെയ്തു 9, 10 മാർക്കൊക്കെ കൊടുത്തു. ഈ ചേട്ടൻ വീണുപോയി. എന്തായാലും ആകപ്പാടെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഗീതാഞ്ജലി മാം, ഞാനൊരു നെയ്ച്ചോറ്, ബിരിയാണി പ്രതീക്ഷോ ഇല്ലെങ്കിൽ യൂഷ്വൽ ട്രഡീഷണൽ ആയിട്ട് മുസ്ലിം ഡിഷസ് എന്തെങ്കിലും പുറത്ത് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നിരാശയായിപ്പോൾ ഈ ബിസ്ക്കറ്റ് മുക്കി സെർവ് ചെയ്തപ്പോൾ.
ബിസ്ക്കറ്റ് അങ്ങ് കഴിച്ചാൽ പോരെ, എന്തിനാ അത് ഇത്രയും എണ്ണയും മറ്റേ മൈദാവും ഒക്കെ മുക്കി ചുട്ടെടുത്ത് എന്തിനാ വെക്കുന്നത്? അല്ല, അങ്ങനെയും കഴിക്കാറുണ്ട്. പക്ഷെ ഒരു ഫുഡ് ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളെ. പിന്നെ നേന്ത്രപ്പഴമാണ് അതിൽ യൂസ് ചെയ്യാറ്. നേന്ത്രപ്പഴം ഉണ്ടായിരുന്നില്ല, അടുക്കളയിൽ ചെന്നപ്പോൾ 15 മിനിറ്റ് പെട്ടെന്ന് തീരുന്നാണ് എന്റെ വിചാരം. വെജിറ്റബിൾസ് കുറെ അവിടെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ അരിഞ്ഞ് വേറെ മാറ്റി വെച്ചോ? വേറെ എന്തെങ്കിലും വേറൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ കത്തിരിക്കയോ അങ്ങനെ വാഴയ്ക്കോ എന്തെങ്കിലും ഉണ്ടായി കാണില്ലേ ഫ്രിഡ്ജില്? ഫ്രിഡ്ജ് കേടായിരുന്നു ഇവര് വരുമ്പോ ഒന്നും സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഒരു മാസത്തുനിന്ന് ഫ്രിഡ്ജ് കേടായിരുന്നു. ഫ്രിഡ്ജില്ലെങ്കിൽ പിന്നെ പണി പോയില്ലേ? ഓക്കെ, മേ ബി വേറെ ഈ തേങ്ങ അകത്ത് വെച്ചിട്ട് പാൻ കേക്ക് പോലെ ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കാം. ഈ ബിസ്ക്കറ്റ് മുക്കി വെച്ചപ്പം ഈ ആൾക്കാരെ പറ്റിക്കാൻ വെച്ച പോലെ ഒരു ഫീലിംഗ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. നമുക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും പുറത്ത് വരുന്നു, പക്ഷെ ബിസ്ക്കറ്റ് മുക്കി വെച്ചപ്പോൾ ഒരു ചെറിയ നിരാശയുണ്ട്. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് പൊതുവെ വീട്ടിൽ പെട്ടെന്ന് ഭർത്താവിനും കുട്ടിക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കാണാൻ ആഗ്രഹിച്ചത്. ജസ്റ്റ് എളുപ്പത്തിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ അല്ല പറഞ്ഞത്. പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, വളരെ മൾട്ടി ടാസ്കറാണ്. ഒരേ സമയം ശാലിനിയും മാനേജ് ചെയ്ത് ഈ സാധനം പ്രിപ്പയർ ചെയ്ത് അതോടൊപ്പം ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അതായത് ശാലിനിയെ ബോറടിപ്പിക്കാതെ അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ രഞ്ജിനി പറഞ്ഞ പോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം മെത്തോഡിക്കലായിട്ട് ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റാലിറ്റിയും ഓർഗനൈസേഷനും സമ്മതിക്കണം. പക്ഷേ പുറത്ത് വന്ന ഡിഷ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. താങ്ക് യു മാം. അപ്പം എന്തായാലും ഇനി മാർക്സ് ചോദിക്കാം അല്ലേ? കൃഷ്ണ പറയട്ടാ, ഔട്ട് ഓഫ് 40 എത്ര മാർക്കാ? പാചകം ഒരു കല തന്നെയാണ്, അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് സെലീനയ്ക്ക് പാചകത്തിൽ വളരെ നൈപുണ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് സെലീനിൽ നിന്ന് കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇനി വരുന്ന ടാസ്കിൽ നമുക്ക് മനോഹരമാക്കാം. ഇതിനകത്ത് എനിക്ക് തരാൻ പറ്റുന്ന മാർക്ക് 33. 33 ഔട്ട് ഓഫ് 40. ഗീതാഞ്ജലി മാം. സമയവും ആ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വന്ന റെസിപ്പി നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന മാർക്സ് 30. 30 ഔട്ട് ഓഫ് 40. രഞ്ജൻ ചേച്ചി. എന്താ സലീന, വളരെ ടെൻസ്ഡ് ആയല്ലേ ഇപ്പോ? ഇല്ലേ? അത് അവര് നോക്കിയിട്ടല്ലേ മാഡം തരിക. ഓക്കെ, അവര് രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ഈ ടാസ്ക് തന്നെ വീട്ടിലിരുന്ന് സാധനങ്ങൾ വെച്ചിട്ട്, സാധനങ്ങൾ മീൻസ് ബിസ്ക്കറ്റ് ഇസ് എ പ്രോസസ് ഫുഡ്, അത് നമ്മൾ വി കാൻ ടേക്ക് ഇറ്റ് ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് 16. 16 out of 20. So total score 79 out of 100. കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയി. കാര്യം മനസ്സിലായല്ലോ, എന്തുകൊണ്ടാ കുറഞ്ഞു പോയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ടാസ്ക് വരുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് അടുത്ത ടാസ്കിലേക്ക്. താങ്ക് യു. Malabar Gold and Diamonds Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സിനി ബിജുവിന്റെയും സെലീനയുടെയും ടാസ്കുകളാണ് കണ്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും 2 കണ്ടസ്റ്റൻസിന്റെ ടാസ്കുകളായിട്ട് നമ്മൾ തിരിച്ചു വരും. അതുവരേക്കും ദിസ് ഇസ് മീ അനുജ സൈനിങ് ഓഫ്. Costume courtesy Krishnakumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy Malabar Gold and Diamonds, Paramangadi, Trivandrum. Radio partner 92.7 Big FM. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 3:45 ഫസ്റ്റ് ടൈം ഐ തിങ്ക് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഹസ്ബൻഡ് ഒരു മേൽശാന്തിയെ നമ്മൾ മീറ്റ് ചെയ്യുന്നേ. 4:10 അതേ അമ്പലത്തിലേക്ക് ഇറങ്ങും. പിന്നെ ഞാൻ കുറച്ചു നേരം കിടക്കും, ഉറങ്ങാറില്ല, കുറച്ച് പാട്ട് കേട്ടുകൊണ്ട് കിടക്കും. ഡാൻസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അച്ഛൻ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. ഒരു ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ദോശ അങ്ങനെ എന്തെങ്കിലും വെച്ചോ. മാവ് പൊടിച്ചതാണ് കലക്കുന്ന, പറയും പൊടിച്ചതാരാണ്, ഞങ്ങളല്ലല്ലോ. ഇനി അതും കുഴപ്പമാവും. ഇതിപ്പോ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നുള്ള വലിയൊരു കുഴപ്പത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ, ഒരു അവകാശം സ്ഥാപിക്കുന്ന പോലെ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അത്രയെങ്കിലും ഉണ്ടായതിൽ ഞാൻ കുറച്ച് ആശ്വസിക്കുന്നു. ഇത് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കബഡിലൊക്കെ മേളില് ഒരു തുണി വെച്ചിരുന്നു, പിന്നെ അതൊരു കോലെടുത്ത് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ തേച്ച് ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്ത് ഹസ്ബൻഡിനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ എനിക്ക് ടെറസിൽ ചെറിയൊരു പൂന്തോട്ടമുണ്ട്. എനിക്ക് ആ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ്
ചിരട്ടപ്പുട്ട് അല്ലേ ഇത്? ചിരട്ടപ്പുട്ട്. അത് എൻ്റെ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇത് ഹസ്ബൻഡ്, ഇത് മൂത്ത മോൻ, ഇളയാളവിടെ. ഷഫ്ന ഹാപ്പി ആവാൻ ഇനി എന്താ ചെയ്യും? ഷഫ്ന എങ്ങനെ ഒരു 10,000 രൂപ വെച്ചിട്ട് നിർത്തി കൊടുക്കേണ്ടി വന്നേനും. ഇപ്പം 2:45 3 ഇത്ര മതിയാവും. കപ്പലണ്ടി. കപ്പലാണ്ടി അത് എടുത്തിട്ട് ഒരു കുലുക്കിയല്ലേ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എക്സലന്റ്. ഇനി തിരിച്ച് വണ്ടിയിൽ കൊണ്ടായിരുന്നു. ഓൾറെഡി ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ആളെ ഞാൻ കൂടുതൽ പേടിപ്പിക്കുന്നില്ല.